ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. 60 കഴിഞ്ഞവർക്ക് സന്തോഷിക്കാം. മിനിമം പെൻഷൻ തുക ഇരട്ടിയാവുന്നു. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബഡ്ജറ്റിൽ നിരവധി പരിഷ്കാരങ്ങൾ വന്നേക്കാം. പല മേഖലകളിലും വിവിധ മാറ്റങ്ങൾ വേണമെന്ന് ആളുകൾ ഉറച്ചു പറയുന്നു. അത്തരത്തിൽ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കത്തിൽ അടൽ പെൻഷൻ യോജന പ്രകാരമുള്ള മിനിമം ഗ്യാരണ്ടി പെൻഷൻ ഇരട്ടിയാക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇത് ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മിനിമം ഗ്യാരണ്ടി തുക 10,000 രൂപയായി ഉയർത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നിലവിൽ 1000 മുതൽ 5000 രൂപ വരെയാണ് പെൻഷൻ തുക നൽകിക്കൊണ്ടിരിക്കുന്നത്. മിനിമം പെൻഷൻ തുകയിൽ വർധനവുണ്ടായാൽ അത് രാജ്യത്തെ ദുർബല വിഭാഗങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സ്ഥിരതയും ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഇതുതന്നെയാണ് സർക്കാരിന്റെയും ലക്ഷ്യം. എന്നാൽ എന്താണ് ഈ അടൽ പെൻഷൻ യോജന? ആർക്കെല്ലാം ഇതിന്റെ ആനുകൂല്യം ലഭിക്കും? 2015 മെയ് 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന. പാവപ്പെട്ടവർക്കും അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും വേണ്ടി വാർദ്ധക്യ വരുമാന സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഒരു മുൻനിര സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് അടൽ പെൻഷൻ യോജന സാമ്പത്തികമായി നിങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും ജോലിയിൽ നിന്ന് വിരമിച്ചിട്ടും യാതൊരു ആനുകൂല്യവും ലഭിക്കാത്തവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിടുന്നു. 60 വയസ്സിന് ശേഷമാണ് ഈ തുക ലഭിക്കാൻ തുടങ്ങുക. 2024 ഒക്ടോബർ വരെയുള്ള കണക്ക് നോക്കിയാൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ 56 ലക്ഷത്തിലധികം പുതിയ ആളുകൾ ഉൾപ്പെടെ 7 കോടിയിലധികം ആളുകൾ ഈ സ്കീമിന്റെ ഭാഗമായത്. അടൽ പെൻഷൻ യോജന പ്രോത്സാഹിപ്പിക്കുന്നതിൽ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതായത് സംരംഭങ്ങളായ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾ, ബോധവൽക്കരണ പരിശീലന പരിപാടികൾ, ഹിന്ദി, ഇംഗ്ലീഷ്, മറ്റ് 21 പ്രാദേശിക ഭാഷകളിലായി അടൽ പെൻഷൻ യോജനയുടെ ഫയലുകൾ പ്രസിദ്ധീകരിക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. 1000 രൂപ മുതൽ 5000 രൂപ വരെ നിങ്ങൾക്ക് പ്രതിമാസം എത്ര രൂപ പെൻഷൻ വേണമെന്ന് തിരഞ്ഞെടുക്കാം. ഉദാഹരണത്തിന് 1000 രൂപ പ്രതിമാസ പെൻഷൻ തിരഞ്ഞെടുക്കുന്ന 18 വയസ്സുള്ള ഒരാൾക്ക് പ്രതിമാസം 42 രൂപ മുതൽ മിതമായ നിരക്കിൽ പണം നിക്ഷേപിക്കാം. 5000 രൂപ പ്രതിമാസം പെൻഷനായി ആഗ്രഹിക്കുന്ന 40 വയസ്സുള്ള ഒരാൾക്ക് പ്രതിമാസം 1454 രൂപയാണ് പരമാവധി നിക്ഷേപിക്കേണ്ട തുക. നേരത്തെ നിക്ഷേപിക്കാൻ തുടങ്ങിയാൽ ചെറിയ നിക്ഷേപത്തിലൂടെ നേട്ടം ഉറപ്പാക്കാം. പെൻഷൻ ലഭിക്കുന്ന വ്യക്തി മരിച്ചുപോയാൽ അവരുടെ ജീവിത പങ്കാളിക്ക് ആജീവനാന്തം ഈ പെൻഷൻ ഉറപ്പാക്കാം. എന്നാൽ പെൻഷൻ വാങ്ങുന്നവരും അവരുടെ പങ്കാളിയും മരണപ്പെട്ടാൽ മൊത്തം തുകയും അതിന്റെ പലിശയും നോമിനിക്കും നൽകും.